ഇത് രാഷ്ട്രീയമല്ല. ഇത് ഒരു മതത്തിനെതിരെ മറ്റൊരു മതം സംസാരിക്കുന്നതുമല്ല. ഇത് ഒരു സമൂഹം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ശാന്തമായി പക്ഷേ സത്യസന്ധമായി പറയുന്ന ഒരു ശ്രമമാണ്. ഇത് ആരെയെങ്കിലും വെറുപ്പിക്കാനല്ല, നമ്മളെ ഉണർത്താനാണ്. ശബരിമല, ലോകത്തിലെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസകേന്ദ്രം. അവിടെ നടന്ന സ്വർണ്ണ കവർച്ച നമ്മൾ എങ്ങനെ കാണണം? ഇത് വെറും ഒരു മോഷണമാണോ? അല്ലെങ്കിൽ ഇവിടെ ആരും പ്രതികരിക്കില്ല എന്ന ഉറപ്പിൽ നടത്തിയ ഒരു കയ്യേറ്റമാണോ ഇത്? ഇതുപോലുള്ള സംഭവങ്ങൾ മറ്റു മതകേന്ദ്രങ്ങളിൽ നടന്നിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്ര നിശബ്ദത ഉണ്ടാകുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ചോദ്യം ചോദിക്കുന്നത് കുറ്റമല്ല, മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം. ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ ഇതു കാണുന്നു. എന്നാൽ കേരളത്തിൽ സർക്കാരുകളും നിയമപാലകരും മാധ്യമങ്ങളും എല്ലാം ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിന് എതിരെ നിൽക്കുന്നവരാണ്. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, വിഗ്രഹങ്ങൾ അപമാനിക്കപ്പെടുന്നു, ആചാരങ്ങളെ അപമാനിക്കുന്നു, നെറ്റിയിൽ കുങ്കുമക്കുറി അല്ലെങ്കിൽ ചന്ദനക്കുറി അണിഞ്ഞവനെ അതിന്റെ പേരിൽ അപമാനിക്കുന്നു. എന്നാൽ മറ്റുള്ള മതസ്ഥർക്ക് അവരുടെ മതചിഹ്നങ്ങൾ ധരിക്കാം. അത് ആർക്കും പ്രശ്നമല്ല. ഒരു ക്ഷേത്രത്തിൽ അന്യമതസ്ഥർ കയറി ആചാരങ്ങളെ അപമാനിച്ചാൽ അത് പുരോഗമനം. എന്നാൽ ഒരു മോസ്കിൽ ഒരു ഹിന്ദു കയറാൻ തയ്യാറാകുമോ? ഇല്ല. കാരണം ഹിന്ദുവിന് മറ്റുള്ള സംസ്കാരത്തെയും ആചാരങ്ങളെയും ബഹുമാനിക്കാൻ അറിയാം. എന്നാൽ ഹിന്ദുക്കളെ അപമാനിക്കാനും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ തരംതാഴ്ത്തി കാട്ടാനും എല്ലാവരും മത്സരിക്കും. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ അത് സാധാരണ വാർത്ത ആയി മാറുന്നു. അതേസമയം അതിനെതിരെ ഒരു ഹിന്ദു പ്രതികരിച്ചാൽ അത് വലിയ പ്രശ്നമാകുന്നു. ഇത് നീതിയാണോ? അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ല എന്ന അറിവ് ഉപയോഗിച്ചുള്ള ചൂഷണമാണോ? ഒരു ഹൈന്ദവന് എതിരെ ഒരു അതിക്രമം നടന്നാൽ ഒരു വാർത്ത എറിയാൽ TV ചാനലുകൾക്ക് ഒരു അന്തിചർച്ച. അതും കൊണ്ട് സമൂഹം ആ അതിക്രമം മറക്കും. എന്നാൽ ന്യൂനപക്ഷമെന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവർ ആണ് തെറ്റുകാർ എങ്കിൽ പോലും ആ വിഷയം മാധ്യമങ്ങൾ ആഴ്ചകളോളം ആളികത്തിക്കും. നമ്മൾ പാലത്തായി എന്ന പ്രദേശത്തു ഉണ്ടായ ഒരു പീഡനക്കേസ് അറിഞ്ഞതാണ്. ആ കേസ് ആഴത്തിൽ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പത്മരാജൻ എന്ന വ്യക്തിയെ ഒരു ദേശസ്നേഹി ആയ ഹിന്ദു ആയതുകൊണ്ട് മാത്രം പ്രതിയാക്കിയതാണെന്ന്. അത് ഒരു കള്ളക്കേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെതിരെ എത്ര ഹിന്ദുക്കൾ തെരുവിൽ ഇറങ്ങി? അല്ലെങ്കിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ തെരുവിൽ ഇറങ്ങി? അല്ലെങ്കിൽ എത്ര സാംസ്കാരിക നായകർ തെരുവിൽ ഇറങ്ങി? എത്ര മാധ്യമങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു? അപ്പോൾ ഒരു ഹിന്ദു അപമാനിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ അതിനെതിരെ ചോദിക്കാനും പ്രതികരിക്കാനും കേരളത്തിൽ ആരുമില്ല. നമ്മൾ പ്രതികരിക്കാത്തതിന്റെ കാരണം നമ്മൾ പ്രതികരിക്കാത്തത് ഭയം കൊണ്ടല്ല. ഹിന്ദുക്കൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മാത്രമേ അറിയാവൂ. അതാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം കുറച്ചു കൂടിപ്പോയത് ആണ് കേരളത്തിലെ ഹൈന്ദവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും. നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ തലയിൽ ചവിട്ടി. അതാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ അവസ്ഥ. നമ്മൾ പ്രതികരിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ ചിതറിക്കിടക്കുകയാണ് എന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനെ ആക്കിയതാണ്. ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ കേരളത്തിൽ ഉള്ള രാഷ്ട്രീയക്കാരും മറ്റുള്ള മതസ്ഥരും നമ്മളെ വിഘടിപ്പിച്ചു നിർത്തി. ജാതിവ്യവസ്ഥ എല്ലാ മതങ്ങളിലുമുണ്ട്. എന്നാൽ ഹൈന്ദവ സമൂഹത്തിലെ ജാതിവ്യവസ്ഥ മാത്രം ഉയർത്തി കാണിക്കുന്നു. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ദിനംപ്രതി സംഭവിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും നമ്മൾ അറിയുന്നതാണ്. അതിനുള്ള കാരണം അവിടങ്ങളിൽ ഉള്ള ജാതി വ്യവസ്ഥ തന്നെയാണ്. എന്നാൽ അത് നമ്മളുടെ മാധ്യമങ്ങൾ പറയുമോ? ഇല്ല. കാരണം അവരുടെ ഒരേ ഒരു ആവശ്യം ഹിന്ദുക്കളെ ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞു അപമാനിച്ചു അകറ്റി നിർത്തുക എന്നത് മാത്രമാണ്. മറ്റൊന്ന് സ്വാർത്ഥയും നിഷ്ക്രിയത്വവുമാണ്. ഒരാളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമല്ലെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു. സ്വന്തം കാര്യം സിന്ദാബാദ് എന്നത് നമ്മൾ ജീവിതവ്രതം പോലെയാക്കി. ഒരു ക്ഷേത്രം ആക്രമിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ പ്രദേശമല്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നു. നമ്മൾക്കിടയിൽ നിന്ന് ആരെങ്കിലും നമ്മളുടെ ഹൈന്ദവ സംസ്കാരത്തെ കുറ്റം പറഞ്ഞാൽ അവരുടെ കൂടെ കൂടി ഹൈന്ദവ സംസ്കാരത്തെ കുറ്റം പറയുന്നവർ ആണ് പല ഹൈന്ദവരും. അവർ ചിന്തിക്കുന്നത് അതാണ് പുരോഗമനം എന്നാണ്. എന്നാൽ അവർ ചിന്തിക്കുന്നില്ല. അവർ സ്വന്തം പൈതൃകത്തെയാണ് കാൽക്കീഴിൽ ഇട്ട് ചവിട്ടിത്തേക്കുന്നത് എന്ന സത്യം. ഒരു ഹൈന്ദവന് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ നമ്മളുടെ നേരെ അല്ലല്ലോ എന്നു വിചാരിച്ചു മാറി നിൽക്കുന്നു. പക്ഷേ ഓർക്കണം, ഇന്ന് അവിടെ നാളെ ഇവിടെ. എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ ഉള്ള അതിക്രമം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നതാണ് സത്യം. ചരിത്രം നമ്മോട് പറയുന്നത്, ചരിത്രം നമ്മെ പതിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. സംഘടിതരല്ലാത്ത സമൂഹങ്ങൾ നീണ്ടുനിൽക്കില്ല. ഹിന്ദു സമൂഹം എണ്ണത്തിൽ കുറവല്ല, സംസ്കാരത്തിൽ ദുർബലവും അല്ല. പക്ഷെ സംഘടിക്കാത്തത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഇത് വെറുപ്പ് പരത്താനുള്ള വീഡിയോ അല്ല. ഇത് ആരെയെങ്കിലും ആക്രമിക്കാനുള്ളതുമല്ല. ഇത് ഹിന്ദു സമൂഹം ചിന്തിക്കണം. ഇത് ഒരു അപേക്ഷയാണ്. കാരണം ഇനിയും ചിന്തിച്ചു പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവിതലമുറകൾ മാത്രമല്ല നമ്മളും അപകടത്തിലാകും. മിണ്ടാതിരിക്കുക സമാധാനം അല്ല, ചിലപ്പോൾ അത് തോൽവിയാണ്. ഇത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു ഹിന്ദുവിനു ഷെയർ ചെയ്യൂ. കാരണം അവബോധമാണ് ആദ്യഘട്ടം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും
താങ്കളുടെ അഭിപ്രായം കമന്റ് ആയും രേഖപ്പെടുത്തണം.